ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ക്യാരക്ടർ റിവീലിംഗ് ആണ് നടത്തിയിട്ടുള്ളത് ബെൻസിൻ്റെ. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ക്യാരക്ടർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ചെയ്തിട്ട് വരുന്ന മാതിരിയാണ് കാണിച്ചിട്ടുള്ളത്. നായി കുരയ്ക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ വന്ന് പുക വിടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. രണ്ട് പ്രതിമകൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് ഒരു ഡമ്മി പ്രതിമയാണ്. എന്നാൽ പോലും ഒരു ആവറേജാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്യാരക്ടർ റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ഈ ഒരു ക്യാരക്ടർ റിവീലിലൂടെ നിവിൻ പോളിയാണ് ക്യാരക്ടർ ചെയ്യുന്നത്. എന്തായാലും ഒരു സിനിമ വരുമ്പോൾ ഇതിലും ഗംഭീരമാകട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിവിൻ പോളി ഡബിൾ ക്യാരക്ടറിലാണ് വരുന്നത് ഈ ഒരു മൂവിയിൽ. എന്തായാലും ഭാഗ്യരാജ് കണ്ണൻ എന്തായാലും ഒരു കിടിലൻ മൂവി തന്നെ നിർമ്മിച്ച് വിടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഈ ഒരു ക്യാരക്ടറിൽ ഗോൾഡ് ആണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. ക്യാരക്ടർ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഷ്പവല്ല് അതേമാതിരിയാണ് വന്നിട്ടുള്ളത്. താടി മുടി എല്ലാം ഉണ്ട്. എന്നാൽ പോലും റോളക്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു റെഫറൻസിൽ എടുക്കുമ്പോൾ ഇതൊരു ഈ ക്യാരക്ടർ റിവീലിംഗ് ആണ്. മൂവി വരുമ്പോൾ നമുക്ക് എത്രത്തോളം പ്രതീക്ഷ വെക്കണം എന്നുള്ളത് നമുക്കറിയില്ല. ഈ ഒരു ക്യാരക്ടർ റിവീലിലൂടെ നമുക്ക് മനസ്സിലായത് ഈ ഒരു ക്യാരക്ടറിന് ഡബിൾ റോളുണ്ട്. പിന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ നെയിം വന്നിട്ട് വോൾട്ടർ എന്നാണ്. എന്തായാലും ഒരു കിടിലൻ ഒരു മേക്ക് തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് മേക്ക് ചെയ്ത് വിട്ടിട്ടുള്ളത്. ആ ഡയലോഗ് ഡെലിവറി ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. നിവിൻ പോളി ആ ക്യാരക്ടർ ചെയ്യണം. എന്തായാലും ഒരു കിടിലൻ ഒരു മേക്കിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് മലയാളികൾക്ക് എന്തായാലും ഒരു എൻജോയ്മെൻ്റ് ആണ്. ഇതിലൊരു വില്ലനായിട്ട് വരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് LCUവിൻ്റെ ഒരു വില്ലനായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു അഭിമാനം തന്നെയാണ് ഗൈസ്. എന്തായാലും ഒരു കിടിലൻ ഒരു സ്റ്റോറി തന്നെയാണ് ഇവർ മേക്ക് ചെയ്ത് വിട്ടിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ.